അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളാണ് ഇപ്പോൾ മെസ്സേജ് അയച്ചു ചോദിച്ചു. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഒത്തിരി ആളുകൾക്ക് പനി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം തന്നെ ഏകദേശം ഓരോ ദിവസവും 10,000-കണക്കിന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ ഉണ്ട്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ട്, വെള്ളം വഴി അല്ലെങ്കിൽ ഫുഡ് വഴി പടരുന്ന ഇൻഫെക്ഷൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഷിഗല്ല ഉണ്ട്, ഡയറിയ പോലുള്ള അസുഖങ്ങളുണ്ട്, സ്ക്രബ് ടൈഫസ് പോലുള്ള അസുഖങ്ങളുണ്ട്, ലെപ്റ്റോസ്പൈറോസിസ് എലി മൂത്രം വഴി പകരുന്ന അസുഖങ്ങളുണ്ട്, ഡെങ്കി പോലുള്ള അസുഖങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു പനി എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്ത് 10,664 പേഷ്യൻസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതിനകത്ത് 136 അഡ്മിഷൻസും ഉണ്ടായി. പലതും ഡെങ്കു ആണ്, പലതും ലെപ്റ്റോ ആണ്, ഇങ്ങനെയുള്ള പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഡോക്ടറോട് അല്ലെങ്കിൽ ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ടിപ്പുണ്ട്. അതായത് എൻ്റെ ഡോക്ടർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഡേ 1 മുതൽ 7 വരെ പനിയുള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പനി പോയാൽ സേഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഡേ 3 to 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പനി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ാമത്തേത് 5-ാമത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മുതൽ 5 ദിവസം. ഞാനിത് പഠിപ്പിക്കുന്നത് ഫിവർ എന്നുള്ള നിമോണിക്കാണ്. പനിയെ നമ്മൾ ഫിവർ എന്നല്ല വിളിക്കുന്നത്, FEVER. ഓരോ ലെറ്റേഴ്സും കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. F എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഡേ എന്നുള്ളതാണ്. അതായത് ഞാൻ എപ്പോഴും ഡോക്ടേഴ്സ് ജൂനിയേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, എത്രാമത്തെ ദിവസമാണ് പേഷ്യൻ്റെ പനി എന്ന് നമ്മൾ ചോദിച്ചറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ വരെ 103 ഡിഗ്രി പനി ഉണ്ടായിരുന്നു, ഇന്ന് പനിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. അപ്പോൾ വീട്ടുകാർക്കെല്ലാം സന്തോഷമാണ്. രോഗി പക്ഷേ ഭക്ഷണം കഴിക്കുന്നില്ല, രോഗിക്ക് ഭയങ്കര വയറുവേദനയുണ്ട്, ഛർദ്ദിക്കുന്നുണ്ട്, മൂത്രം കുറഞ്ഞു വരുന്നുണ്ട്, അസാധാരണമായിട്ടുള്ള ക്ഷീണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ആ പേഷ്യൻറ്റിനെ കുറച്ച് കാര്യമായിട്ട് കാണണമെന്നാണ് പറയുന്നത്. അതായത് പനി, അതായത് ടെമ്പറേച്ചർ ഇല്ല, പക്ഷെ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാം. അത് സൂചനകളാണ്, ഞാൻ ഈ പറഞ്ഞ സൂചനകൾ. ഈ പറഞ്ഞ സൂചനകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറോട് ശ്രദ്ധിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. 3 ദിവസം മുതൽ 5 ദിവസം വരെ നമ്മൾ സാധാരണ നോക്കാനായിട്ട് പറയുന്നത് ഈ പറഞ്ഞ സിംറ്റംസ് ആണ്. അതായത് പനി മാറുന്നില്ല, അതിനോടൊപ്പം നമുക്ക് വയറുവേദന ഉണ്ടാകുന്നു, ഛർദ്ദിലുണ്ടാകുന്നു, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു, അതുപോലെ അമിതമായ ക്ഷീണം, എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയോ എല്ലാം ചെയ്തുമാണ് കുഴഞ്ഞു കിടക്കുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ലക്ഷണങ്ങൾ നോക്കണം. ഓക്കെ. 2-ാമത്തെ ലെറ്റർ ആണ് ഇ. നമ്മൾ എക്സ്പോഷർ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ സിംറ്റംസ് മാത്രമല്ല ചോദിക്കേണ്ടത്, ലക്ഷണങ്ങൾ മാത്രമല്ല, എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. ചിലപ്പോൾ അതൊരു മൊസ്കിറ്റോ കടിച്ചിട്ടായിരിക്കും, അല്ലേ, കൊതുക് കടിച്ചിട്ടാവും. അപ്പോൾ കൊതുകുള്ള സ്ഥലങ്ങളിലാണോ, നിങ്ങളുടെ അവിടെ അടുത്ത് കൊതുകൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ചിക്കൻ ഗുനിയ, ഡെങ്കു പോലുള്ള അസുഖങ്ങൾ മനസ്സിലാവും. അതുപോലെ പേഷ്യൻറ്റ് നല്ല ജോയിൻറ്റ് പെയിൻ ഉണ്ട്, കണ്ണിൻ്റെ പുറവശം നല്ല വേദന ഉണ്ട്, അതുപോലെ തന്നെ പനി കഠിനമായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡെങ്കി ആവാം, അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ ആവാം. അതുപോലെ നമ്മുടെ എലിമൂത്രമൊക്കെ കിടന്ന വെള്ളത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എലിപ്പനിയാവാം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഡോക്ടറോട് പറയാൻ മറക്കരുത്. പ്രത്യേകിച്ചും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കാലിൽ മുറിവൊക്കെ ഉണ്ട്, നമ്മളൊരു വെള്ളത്തിലിറങ്ങി, മോശമായിട്ടുള്ള വെള്ളത്തിൽ ഇറങ്ങി അങ്ങനെ വരാം. അപ്പം നമ്മുടെ കണ്ണ് ചുമന്നിരിക്കാം, അതുപോലെ ജോണ്ടിസ് ഉണ്ടാവാം, ചില ആളുകൾക്ക് ശ്വാസം മുട്ടലുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് ലെപ്റ്റോസ്പൈറോസ് ആണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അതിനുള്ള മരുന്ന് എടുക്കണം. അതൊരു ആൻറ്റിബയോട്ടിക്കാണ്, എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറ്റാൻ പറ്റും. പക്ഷേ ലെപ്റ്റോസ്പൈറോസ് ലേറ്റ് ആയിട്ട് കണ്ടെത്തിയാൽ മരണം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പറയാം. ഇനി എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ടാണോ നമുക്ക് വയറുവേദനയും പനിയും ഉണ്ടായെന്നുള്ളതും ക്ലിയർ ആയിട്ട് പറയണം. ചിലപ്പം വൃത്തിയില്ലാത്ത വെള്ളം കുടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് അസുഖം വന്നു ഏതോ ആഹാരം കഴിച്ചിട്ട്. അങ്ങനെ വന്നാലും വരാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളത് ചോദിക്കണം. അതുപോലെ തന്നെ അടുത്ത് ചോദിക്കേണ്ടത് ചുമ, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, അതുപോലുള്ള അസുഖങ്ങൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവും. ഇപ്പോൾ ഫാമിലിയിലോ സ്കൂളിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കണം. ഇത് നമുക്ക് ക്ലൂ തരും, അത് ഇതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എക്സ്പോഷർ ചോദിക്കാതെ ഒരു പേഷ്യൻറ്റിനെയും വിടരുതെന്ന് ഞാൻ പറയും. ഓക്കെ. ഇനി അടുത്ത വി ആണ്, വെരിഫൈ ദ വൈറ്റൽ ഫംഗ്ഷൻ. അതായത് നമ്മുടെ ബ്ലഡ് പ്രഷറും അതുപോലുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പം നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? പേഷ്യൻസ് നോക്കേണ്ടത് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് നോർമലായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നുണ്ടോ, മൂത്രമൊക്കെ നോർമലായിട്ട് പോകുന്നുണ്ടോ എന്ന്. ഞാൻ ഡോക്ടർമാരോട് പറയുന്നത് വൈറ്റൽ ഫംഗ്ഷൻ 5 കാര്യങ്ങൾ നോക്കാനായിട്ടാണ് പറയുന്നത്. 1, ബ്രെയിൻ നോക്കണം. അതായത് പേഷ്യൻറ്റ് ബോധത്തോടെയാണ് സംസാരിക്കുന്നത്, നോർമലായിട്ട് സംസാരിക്കുന്നുണ്ടോ, അമിതമായി ഉറങ്ങുന്നുണ്ടോ, ഇറിറ്റബിൾ ആണോ, അപസ്മാരം വല്ലതും ഉണ്ടായിട്ടുണ്ടോ. 2-ാമത് ബ്രീത്തിങ് ചോദിക്കും. ശ്വാസം എടുക്കാൻ കുഴപ്പമുണ്ടോ, വളരെ സ്പീഡി ശ്വാസം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ, സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, നെഞ്ചുവേദനയോ വല്ലതും പറയുന്നുണ്ടോ, അങ്ങനെയുള്ളത് നോക്കാനായിട്ട് പറയും. 3-ാമതായിട്ട് ബ്ലഡ് പ്രഷറും അതുപോലെ ബാക്കി പൾസും അതുപോലുള്ള കാര്യങ്ങൾ നോക്കാൻ പറയും. കാലൊക്കെ ഒന്ന് തൊട്ട് നോക്കും, തണുത്തിരിക്കുന്നുണ്ടോ നോക്കും. അങ്ങനെയാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. 4-ാമതായിട്ട് മൂത്രത്തിൻ്റെ കളർ ചോദിക്കും. മൂത്രത്തിൻ്റെ കളർ നോർമലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷേ കളർ മാറി പോകുന്നുണ്ട്, മൂത്രം പോകുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 5-ാമതായിട്ട് വയറുവേദനയോ ബ്ലീഡിങ്ങോ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് പറയും. എവിടെയെങ്കിലും ശക്തമായ വയറുവേദനയോ എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ, അതായത് ഛർദ്ദിക്കുന്ന സമയത്തോ മൂത്രത്തിലോ മലത്തിലോ ബ്ലഡ് ഉണ്ടോ എന്ന് ചോദിക്കും. അതും നമുക്ക് ക്ലൂ തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ.
അപ്പോൾ ഒരു പേഷ്യൻറ്റ് സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഈ ടെമ്പറേച്ചർ മാത്രമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ബ്രെയിൻ വേണം, ബ്രീത്തിങ് വേണം, സർക്കുലേഷൻ വേണം, ഹൈഡ്രേഷൻ വേണം, യൂറിൻ വേണം. ഈ 5 കാര്യം വൈറ്റൽസിന് നോക്കാൻ പറയും. വൈറ്റൽസ് എന്നുള്ള ഒരു ന്യൂമോണിക്കിനകത്ത്. അടുത്ത ഇ ആണ് എക്സാമിൻ്റെ ട്രെൻഡ്. റിപ്പോർട്ടല്ല നമ്മൾ നോക്കേണ്ടത്, ട്രെൻഡ് നോക്കണം. അതായത് ഒരു റിപ്പോർട്ട് കൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പം 3ാമത്തെ ദിവസം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അത് നോർമൽ ആയിരിക്കാം. അപ്പോൾ പ്ലേറ്ററ്റ് നമ്മൾ കണ്ടെത്തി. ചിലപ്പോൾ 5ാമത്തെ ദിവസം ആയിരിക്കും പ്ലേറ്ററ്റ് കുറയുന്നത്. 5ാമത്തെ ദിവസം എടുത്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പ്ലേറ്ററ്റ് കുറയുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷീണമുണ്ട്, ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് CBC റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അറിയുള്ളൂ പ്ലേറ്ററ്റ് കുറയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഹെമറ്റോക്രിറ്റിൻ്റെ ട്രെൻഡ് അറിയാൻ പറ്റും. അതുപോലെ ബാക്കി പ്ലാസ്മ ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ വീണ്ടും ചിലപ്പോൾ ചെയ്യേണ്ടി. അപ്പോൾ ട്രെൻഡ് നോക്കണം. ആ ഒരു ഏരിയയിലുള്ള പനിയും ട്രെൻഡും കൂടെ നോക്കിയാലേ കണ്ടെത്താൻ പറ്റും. ടെസ്റ്റ് നെഗറ്റീവ് എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോക്കുന്നത് ക്ലിനിക്കലി ആ പേഷ്യൻ്റ് ആ സിംറ്റം ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പനിയെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഡോക്ടർമാരെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പലതും ഗുണം കിട്ടുന്ന പോയിന്റ്സുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്രാമത്തെ ദിവസം പനി എന്നുള്ള ഇമ്പോർട്ടൻ്റ്. ആദ്യത്തെ 3 ദിവസം വരെ നമുക്ക് വീട്ടിൽ ഇരിക്കാം, നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ മൂത്രം നോർമലായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്ക് സാധാരണ പാരസെറ്റമോൾ മാത്രം പനി കൂടുന്ന സമയത്ത് കഴിക്കുമ്പോൾ നോർമൽ ആകുന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷേ ചില അപകട സൂചനകളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 ദിവസത്തിൽ കൂടുതൽ പനി ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുക. 5 ദിവസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. എല്ലാ 6 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾ വീട്ടിലാണ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അതുപോലെ ഛർദ്ദിൽ ഉണ്ടാകുന്നതോടെ ചെക്ക് ചെയ്യണം. നിങ്ങൾ പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ പൾസ് അറിയാൻ പറ്റും. അത് 120 മുകളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അമിതമായ പനി ഉണ്ടെങ്കിൽ 120 മുകളിൽ പോകും. പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അത് കുറയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാച്ചുറേഷൻ SpO2 എന്നുള്ള സാധനം ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. 94% താഴെയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഗർഭിണിയാണെങ്കിലും പ്രായമുള്ള ആളുകൾക്കാണെങ്കിലും 94% താഴെ വരാൻ പാടില്ല. ഓക്കെ, ആസ്മ അല്ലെങ്കിൽ COPD ഉള്ളവർക്ക് മാത്രം, ലങ്ങിന് പ്രോബ്ലം ഉള്ളവർക്ക് കുറച്ച് കുറവായിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ അപകട സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ എല്ലാ പേഷ്യൻസിനെയും 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയും. അതായത് 3 സോൺ ഡിസിഷൻ സിസ്റ്റം എന്നാണ് ഞാൻ പറയുന്നത്. ഗ്രീൻ സോൺ ആണെങ്കിൽ പേഷ്യൻറ്റിന് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, നല്ലോണം മൂത്രം പോകുന്നുണ്ട്, നല്ലോണം സംസാരിക്കുന്നുണ്ട്, ഛർദിലൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഛർദിലൊന്നുമില്ല, ശ്വാസം മുട്ടലൊന്നുമില്ല, എവിടെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവുന്നില്ല, ചെറിയ പനി മാത്രം, അതുപോലെ ബാക്കിയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാത്രം. ആംബർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയുണ്ട്, 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന പനി, അതുപോലെ തന്നെ എവിടെയെങ്കിലും കുമിളുകളോ റാഷുകളോ ഉണ്ടാവുന്നു, ക്ഷീണം ഉണ്ടാവുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റിംഗ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ പല പല അസുഖങ്ങളും ഡയബറ്റീസും അതുപോലെ കിഡ്നി ഫെയിലിയറും ഉള്ള പല പല പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ആംബർ എന്ന് പറയും. റെഡ് സോൺ ആണെങ്കിൽ നല്ല ശക്തമായ വയറുവേദന, ശക്തമായ ഛർദിൽ, നിർത്താതെ ഛർദിൽ, മൂത്രം ഒട്ടും വരുന്നില്ല, ശ്വാസം മുട്ടൽ ഉണ്ടാവുന്നുണ്ട്, നല്ലോണം ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, അപസ്മാരം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ കുഴഞ്ഞു വീഴുക, മഞ്ഞപ്പിത്തം, അതുപോലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ റെഡ് സോൺ എന്ന് പറയും. നമ്മൾ അഡ്മിറ്റ് ചെയ്യും, ഉടനെ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പനി കുറഞ്ഞോ ടെമ്പറേച്ചർ കുറഞ്ഞോ എന്നല്ല ഇമ്പോർട്ടൻറ്റ്, അത് ശരീരത്തിൻ്റെ ഒരു റെസ്പോൺസ് ആണ് പനി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ എന്താണ് കയറിയത്, അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, എന്തെങ്കിലും ആവാം. അപ്പം 3ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും പനി വന്നതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചുമ്മാ പാരസെറ്റമോളും ആൻറ്റിബയോട്ടിക്കും ഒന്നും കഴിക്കരുത്. പാരസെറ്റമോൾ എപ്പോഴാണ് കഴിക്കേണ്ടത്? 101 അല്ലെങ്കിൽ 102 ടെമ്പറേച്ചറിന് മുകളിൽ പോയാലാണ് പാരസെറ്റമോൾ കഴിക്കുന്നത്. എനിക്ക് 102 വരുമ്പോഴാണ് സാധാരണ രീതിയിൽ പാരസെറ്റമോൾ കഴിക്കുന്നത്. എൻ്റെ മകൾക്ക് പനി വരുന്ന സമയത്ത് 101 ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ പാരസെറ്റമോൾ കൊടുക്കാറുള്ളത്. കാരണം അത് ശരീരത്തിൻ്റെ ഒരു നോർമൽ റെസ്പോൺസ് ആണ്. നമ്മൾ അമിതമായി പനിയെ സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ശക്തമായ തലവേദന, ശക്തമായ ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കാം. പാരസെറ്റമോൾ സേഫ് ആയിട്ടുള്ള മരുന്നാണ്, പക്ഷേ അമിതമായാൽ അമൃതും വിഷമാണ്. ആൻറ്റിബയോട്ടിക്കുകൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ, നല്ല കഫം നല്ല മഞ്ഞ കളറിലെ പച്ച കളറിലൊക്കെ വരുന്നുണ്ട്, അതുപോലെ ബ്ലഡ് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാം. ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ഇത് ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ നല്ല റെസ്റ്റ് എടുക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, എളുപ്പം ദഹിക്കാവുന്ന ആഹാരങ്ങൾ, നമുക്ക് എല്ലാ ആഹാരവും കഴിക്കാം, പക്ഷേ കുറച്ചായിട്ട് കഴിക്കാം. വെള്ളം നല്ലോണം കുടിക്കുക. വെള്ളം കുടിക്കാൻ പറ്റുന്ന ORS വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും വയറിളക്കോ ഛർദിലോ ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ ORS പാക്കറ്റ് പൊട്ടിച്ച് കലക്കി കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം മാറും. ഇങ്ങനെയാണ് നമ്മൾ അടുത്തൊരു 3-4 ദിവസം ശ്രദ്ധിക്കേണ്ടത്. അമിതമായിട്ടുള്ള കഠിനമായിട്ടുള്ള പണികളോ ജിമ്മിൽ പോവുകയോ ഒന്നും ഈ സമയത്ത് ചെയ്യരുത്. കാരണം ബോഡിക്ക് റെസ്റ്റ് വേണം, ബോഡി ഒരു റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പനിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായല്ലോ. ഇനി പേടിക്കേണ്ട, ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയോ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. പനി വരുന്ന സമയത്ത് ഒന്ന് കേട്ട് നോക്കിയാൽ നമുക്ക് തന്നെ എല്ലാം ഓർക്കാൻ പറ്റും. വളരെ വേഗത്തിൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.